സ്വാഗതം മക്കളെ. അപ്പൊ നമ്മളുടെ പരീക്ഷയ്ക്ക് വരുന്ന ഉറപ്പായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പോലും ഒഴിവാക്കാത്ത ഒരു ചോദ്യമാണ് എന്ത്? ജീവനചരിതം എഴുതുക എന്നുള്ളത് അല്ലെ. ഒരാളുടെ പ്രൊഫൈൽ എഴുതുക എന്നുള്ളത്. പ്രൊഫൈൽ എഴുതാനായിട്ട് വളരെ എളുപ്പമായിട്ട് നമുക്ക് സാധിക്കും. എത്ര മാർക്ക് ഉണ്ട്? 5 മാർക്കാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. ആ 5 മാർക്കും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അല്ലെ. 5 മാർക്കിനുള്ള ചോദ്യമാണ് ജീവനചരിതം എഴുതുക എന്നുള്ളത്. 2 തരത്തിലാണ് ജീവനചരിതം ചോദിക്കുന്നത് അല്ലെ. എങ്ങനെയൊക്കെയാണ് ചോദിക്കാറുള്ളത്? ആദ്യം എന്താണ്? ആ പ്രൊഫൈലിന്റെ ഒരു ഘടന തന്നിട്ട് നമ്മളോട് പറയും അതിനെ ഒരു പാരഗ്രാഫിലേക്ക് ആക്കിയിട്ട് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു പാരഗ്രാഫ് നമ്മളോട് തന്നിട്ട് പറയും അതിനെ ഒരു പ്രൊഫൈലിന്റെ ഘടനയിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളത് അല്ലെ. ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം അല്ലെ. ആദ്യത്തെ തരത്തിൽ വേണമെങ്കിലും രണ്ടാമത്തെ തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ചോദ്യം വരാവുന്നതാണ്. പക്ഷെ ഉറപ്പായിട്ടും ഈ ചോദ്യം നിങ്ങൾക്ക് വരും. 5 മാർക്കുള്ള ഒരു ചോദ്യമാണ് അല്ലെ ഇത്. 5 മാർക്കിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളിവിടെ പറയാൻ പോവാണ് അല്ലെ. ആദ്യത്തെ നോക്കൂ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അല്ലെ. ജീവനചരിതത്തിൽ തന്നിരിക്കുന്നു ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. എന്നാണ് ജനിച്ചത്? 1877 ജൂൺ 7-നാണ് അദ്ദേഹം ജനിച്ചത്. ചങ്ങനാശ്ശേരി ജനപദേ അല്ലെ. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് ഉള്ളൂർ ജനിച്ചത് അല്ലെ. പിതരൗ മാതാ ഭഗവതി അമ്മ, പിതാ സുബ്രഹ്മണ്യ അയ്യർ. രണ്ടുപേരുടെയും പേര് തന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പിതരൗ എന്ന് പറഞ്ഞത്. അച്ഛനും അമ്മയുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ പ്രവർത്തനത്തിലാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പ്രശസ്തനായത് എന്നാണ് നമ്മളോട് അടുത്ത് പറഞ്ഞിരിക്കുന്നത്? സാഹിത്യകാരഃ, ചരിത്രകാരഃ, ഭാഷാവേശകഃ അല്ലെ. സാഹിത്യകാരനായിരുന്നു, ചരിത്രകാരനായിരുന്നു, ഭാഷാഗ്വേഷകഃ അല്ലെ. ഭാഷയിൽ അതിപ്രഗത്ഭനായിരുന്നു ഉള്ളൂർ എന്ന് പറയുന്നു. കൃതയഃ അല്ലെ. ഏതൊക്കെ പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്? ഉമാകേരളം, കർണഭൂഷണം, കേരള സാഹിത്യ ചരിത്രം. പ്രശസ്തിഹി എന്താണ്? ആധുനിക കവിത്രയേ അന്യതമഃ. ആധുനിക കവിത്രയങ്ങളിൽ ആധുനികമായിട്ടുള്ള 3 കവികളിൽ ഒരാളാണ് ആര്? ഉള്ളൂർ. കവിതിലക പട്ടം, സാഹിത്യഭൂഷണം എന്നീ പ്രശസ്തികൾ, അവാർഡുകളും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പേരുകളും അദ്ദേഹത്തിനുണ്ട്. ഇനി എന്നാണ് മരിച്ചത് എന്ന് പറയുന്നുണ്ട് അല്ലെ. 1949 അല്ലെ. 1949 ജൂൺ 15-നാണ് അദ്ദേഹം മരിച്ചത്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊഫൈലിനെ മാറ്റി ഒരു പാരഗ്രാഫ് ആക്കി എഴുതാൻ സാധിക്കുന്നത് അല്ലെ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ 1877 ജൂൺ 7 അല്ലെ. തമേ, ചങ്ങനാശ്ശേരി ജനപദേ, പെരുന്നായം, ജനിമലഭദ. ജനിമലഭദ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ജനിച്ചു എന്ന് പറയുന്നത്. ഇനി എന്താണ്? അസ്യ മാതാ ഭഗവതി അമ്മ, പിതാ സുബ്രഹ്മണ്യ അയ്യർച്ച ഭവതി ആകുന്നു. അടുത്ത എന്താണ്? സഹ അല്ലെങ്കിൽ അയം സാഹിത്യകാരഃ, ചരിത്രകാരഃ, ഭാഷാഗ്വേഷകഃ ച സന്തി അല്ലെ. അങ്ങനെയാണ്. അടുത്ത എന്താണ്? ഉമാകേരളം, കർണഭൂഷണം, കേരള സാഹിത്യ ചരിത്രം, ഏതാനി കൃതയഃ വിരചിതാനി അല്ലെ. ഇത്രയും കൃതികൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വിരചിതാനി രചിച്ചിട്ടുണ്ട്. അടുത്തത് എന്താണ്? ആധുനിക കവിത്രയെ അന്യതമഃ ഭവതി. ആര്? ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. അങ്ങനെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു അല്ലെ. ഇനി കവിതിലക പട്ടം, സാഹിത്യഭൂഷണം ഇത്യാദി പ്രശസ്തിഹീച്ച ഭവതി. ഇങ്ങനെയുള്ള പ്രശസ്തികളും ആർക്കുണ്ട്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർക്കുണ്ട്. ഇനി മരിച്ചത് നമ്മൾ എങ്ങനെ എഴുതുന്നു? 1949 ജൂൺ 15 അല്ലെ. ജൂൺ 15 തമേ സഹ മൃത്യും പ്രാപ അല്ലെ. അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്. ഇതിനെ നേരെ തിരിച്ചെഴുതാനും നമുക്ക് സാധിക്കും. ഇവിടെ അതാ വേറൊരു പ്രൊഫൈൽ പറഞ്ഞിരിക്കുന്നു. കർണാടക സംഗീതജ്ഞനായ ദക്ഷിണാമൂർത്തിയെ കുറിച്ച് ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട് അല്ലെ. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ഏത് വർഷത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിതരൗ പ്രശസ്തിഹി, അതായത് അവസാനം എന്താണ്? മൃത്യുഹു, മരിച്ചത് എന്നാണ്. അപ്പൊ നാമം എന്ത് നമ്മൾ എഴുതുന്നു? ദക്ഷിണാമൂർത്തിഹി. ജന്മം എന്നാണ്? 1919 കണ്ടോ. 1919 1919 വർഷത്തിൽ ഡിസംബർ മാസേ നവമേ ദിനെ. ഇത്രയും എഴുതുക. ഇത്രയും എവിടെ എഴുതണം? ജന്മ എന്നുള്ള ഭാഗത്ത് എഴുതണം അല്ലെ. പിന്നെ ഏത് ദേശത്താണ് ജനിച്ചത്? ആലപ്പുഴ ജില്ലായ ഹരിപ്പാട് ഗ്രാമേ. അതും നമുക്ക് എവിടെ തന്നെ ചേർക്കാൻ സാധിക്കും? ജന്മ എന്നുള്ള ഭാഗത്ത് ചേർക്കാനായിട്ട് സാധിക്കും. പിതരൗ, രണ്ടുപേരുടെയും പേര് എഴുതുക അല്ലെ. അച്ഛന്റെയും അമ്മയുടെയും പേര് ഒന്നിച്ച് എഴുതിയാൽ മതി. എന്താണ്? വെങ്കിടേശ്വര അയ്യർ, പാർവതി അമ്മാച്ച. അടുത്ത എന്താണ്? പ്രശസ്തി. ഏതിലാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്? ഏതിലാണ്? സംഗീതത്തിലാണ് അല്ലെ. സംഗീതകാരഃ എന്ന് എഴുതിയാൽ മതി. അവസാനം എന്താണ്? മൃത്യുഹാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം നേടിയിട്ടുള്ള കാര്യങ്ങൾ പ്രശസ്തിയിൽ എഴുതുമ്പോൾ എന്താണ്? ഡാനിയൽ പുരസ്കാരഃ, സ്വാതി തിരുനാൾ പുരസ്കാരഃ എന്നൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ
എവിടെ എടുത്ത് എഴുതുന്നു? പ്രശസ്തിയിൽ എടുത്ത് എഴുതുന്നു അല്ലെ. അവസാനം മരിച്ചത് ചോദിച്ചിരിക്കുന്നു 2012 വർഷത്തിൽ ഓഗസ്റ്റ് മാസത്തിലെ 12ാമത്തെ ദിവസമാണ് അദ്ദേഹം മരിച്ചത് അല്ലെ. ഓഗസ്റ്റ് മാസത്തിൽ 12ാമത്തെ ദിവസം. അപ്പൊ ഈ ചോദ്യം എന്താണ്? ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ് പ്രൊഫൈൽ ജീവനചരിതം എഴുതുക എന്നുള്ളത്. അപ്പൊ അതിൽ എന്തായാലും നമ്മൾ 5 മാർക്ക് നേടിയിരിക്കും. ഓക്കെ.